നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. മാങ്കൊമ്പുകാവ് ദേവീക്ഷേത്രം കൊടിയത്തൂർ തിരുത്സവം പൊങ്കാല മഹോത്സവം ഏപ്രിൽ 9 ബുധൻ 6:30. ഇടുക്കി ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് കൊടിയത്തൂർ മാങ്കൊമ്പുകാവ്. ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി ആശ്രയിക്കുന്നവർക്ക് അഭിഷ്ട വരദായിനിയായി പടിഞ്ഞാറ് ദർശനമായി കാവിലമ്മ ഇവിടെ അതിശക്തി സ്വരൂപിണിയായി ഇവിടെ കുടികൊള്ളുന്നു. കൂടാതെ നാഗരാജാവും നാഗയക്ഷിയും ഭക്തർക്ക് അനുഗ്രഹമേകി ഇവിടെ വാണിരുളുന്നു. ക്ഷേത്രത്തിലെ തിരുത്സവം മീനമാസത്തിലെ ആയില്യം നാളിൽ കൊടി കയറുകയും മകനാളിൽ പ്രധാന ഉത്സവമായും ഈ ദിവസം തന്നെ പൊങ്കാല സമർപ്പണവും മകം തൊഴിലും മുടിയേറ്റും ഗരുഡൻ തൂക്കവും നടത്തപ്പെടുന്ന അതിപുരാതനവും മലയോര മേഖലകളിലെ പ്രധാന ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ കൊടിയത്തൂർ മാങ്കൊമ്പ് ഭദ്രകാളി ക്ഷേത്രം പൗരാണിക വിശ്വാസ ക്ഷേത്ര ഉത്സവങ്ങളിലൂടെ അറിയപ്പെടുന്ന പ്രധാന ക്ഷേത്രമാണ്. 1/4 നൂറ്റാണ്ടിലേറെയായി ഇവിടെ നടത്തിവരുന്ന ഈ പൊങ്കാലയ്ക്ക് മറ്റു ദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നതിന് ഇവിടെ എത്താറുള്ളത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വിജേഷ് നീലകണ്ഠൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ശ്രീ പ്രണവ ഗോപിനാഥന്റെയും മുഖ്യ കാർമ്മഹത്വത്തിലാണ് ഈ പൊങ്കാല നിവേദ്യ സമർപ്പണം.
മഹാമായേ ദേവി ജഗദംബികേ ഭദ്രേ പരാശക്തേ സർവേ ശരണന്തേ അമ്മേ മഹാമായേ ദേവി ജഗദംബികേ ഭദ്രേ പരാശക്തേ ാണ് അന്ന് തൊട്ട് 54 വർഷമായി ഞാൻ ജനിച്ചിട്ട്. 54 വർഷമായിട്ട് തിരുമുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയുടെ മുമ്പിൽ കൂടിയാണ് നടക്കുന്നത്. അതിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അമ്മ ഞങ്ങളുടെ കുടുംബത്തിനും ദേശത്തിനും എല്ലാം തരുന്നുണ്ട്. അമ്മേ നാരായണ. പൊങ്കാലയിട്ട ഐശ്വര്യം എല്ലാം എനിക്കൊരു 5-6 വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും ദേവി എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്കും വീട്ടിലും എല്ലാവർക്കും സന്തോഷവും സമാധാനവും എല്ലാം ഞങ്ങളെ കൂടി കിട്ടുന്ന അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. 2025 മങ്കുമുകാവിലെ ഉത്സവം പൊങ്കാലയോടുകൂടി രാവിലെ 6 മണിക്ക് തന്നെ ആരംഭിച്ചു. പൊങ്കാലയോടുകൂടി ഉച്ചയ്ക്ക് ഒരു 11 മണിയോടുകൂടി മകം തൊഴിൽ, അതിനുശേഷം പിന്നെ ഒരു എന്താ പറയുക പ്രസാദമായിട്ടുണ്ടായിരിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പം 5 മണിക്ക് ഇവിടുന്ന് സരംകുത്തി അമ്പലത്തിലേക്ക് എഴുന്നള്ളത്ത് പോയിട്ട് അതിരടിപ്പള്ളി ഗംഗാധരൻ നമ്മുടെ ആന കടമ്പേറ്റാൻ എത്തുന്നതായിരിക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം 5 മണി കഴിയുമ്പോഴത്തേക്ക് സരംകുത്തി അമ്പലത്തിൽ എഴുന്നള്ളത്തിന് എല്ലാ സന്നാഹങ്ങളും റെഡിയാക്കുന്നതാണ്.
ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല ശതമാനത്തിന് വേണ്ടിയിട്ടും പൊങ്കാലിട്ടത്. എല്ലാ വർഷവും ഇനി ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിക്കാൻ വേണ്ടി എനിക്കതാ പൊങ്കാല. 2-3 വർഷം കൃത്യമായിട്ട് ഇട്ടു. എല്ലാം നല്ല ഭംഗിയായിട്ട് നടത്തി. അമ്മ എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. തിരുമനസ് വരുന്ന സമയത്ത് പൊങ്കാല നേദ്യം തയ്യാറായി കഴിഞ്ഞവർ എല്ലാവർക്കും ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ അടുത്തുകൂടെ വരണമല്ലോ. വരുന്ന കൊല്ലം ഞങ്ങൾക്ക് പൊങ്കാലയിടാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. അടുത്ത വർഷം ഞങ്ങൾക്ക് ഇതുപോലെ അനുഗ്രഹം ഉണ്ടാകണം ഞങ്ങൾ പ്രാർത്ഥിക്കും. പൊങ്കാല കളിച്ച ആ സമയത്ത് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ബണ്ണ് ആ കൂട്ടി തന്നെ കവറിലിട്ട് നിങ്ങളുടെ കയ്യിൽ തരും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട് ഇതെല്ലാം അത് കഴിഞ്ഞിട്ട് ഓരോ സാധനങ്ങളെല്ലാം മാറ്റി നമ്മുടെ ബാസ്കറ്റിലാക്കി എവിടെയെങ്കിലും ഭദ്രമായിട്ട് പൊങ്കാല ആറ്റുകാലമ്മയ്ക്കു പൊങ്കാല പൊങ്കാല ആറ്റുകാലമ്മയ്ക്കു പൊങ്കാല അത്തിക്കു പൊങ്കാല ആറ്റുകാലമ്മയ്ക്കു പൊങ്കാല അത്തിക്കു പൊങ്കാല. ആദ്യത്തെ പ്രാവശ്യം ഇട്ടപ്പോൾ പോലെ പിന്നെ എല്ലാ വർഷവും പൊങ്കാല ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇടണം എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം ആ ഒരു സമയമാകുമ്പോ എങ്ങനെയും എത്തുക എന്നുള്ളതാണ് മനസ്സിന്റെ ഒരു ആഗ്രഹം. ഇത്രയേറെ നോയമ്പും വ്രതമൊക്കെ നോക്കി അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ കൂടെ സഹകരിച്ചുകൊണ്ടാണ്. എന്താണ് ഇതിന്റെയൊക്കെ ഒരു നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന സമൂഹത്തിന് നല്ല രീതിയിലുള്ള ഒരു ഇപ്പോഴത്തെ ചെറിയ കാലത്തുള്ള പിള്ളേർക്ക് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇതിനെക്കുറിച്ചുള്ള അറിവും ഒന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാം കണ്ടുപഠിക്കാനും കേട്ട് കാണാനും ഉള്ളൊരു അവസരമായിട്ട് ഇതിനൊക്കെ കണക്കാക്കാം. പിന്നെ പൊങ്കാല കൊണ്ട് നമ്മുടെ കുടുംബത്തിലൊരു പ്രത്യേക ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രത്യേക ഒരു ചടങ്ങും കൂടിയായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം. ആദിയുമില്ലതിനന്തവുമില്ലുരിയാടുവിൽ നിന്നുടെ അവദാനം പൊങ്കാല